ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ ക്ലാസ് 12ലെ ചാപ്റ്റർ 5 കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ആ ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷനാണ്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പാരാമെട്രിക് ഫോംസിൽ തരുന്ന ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കുന്ന രീതിയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രീവിയസ് വീഡിയോസ് കണ്ടിട്ട് വേണം ഈ പ്രോബ്ലംസ് ചെയ്യാനായിട്ട്. അതിൻ്റെ ബാക്കി 2 എക്സാമ്പിൾസ് ആണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, പാരാമെട്രിക് ഫോംസ് രീതിയിൽ തരുന്ന ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. x is equal to a into theta plus sin theta, y is equal to a into 1 minus cos theta. Find dy by dx. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് x എടുത്ത് എഴുതാം. x is equal to a into theta plus sin theta. ഓക്കെ, നമുക്ക് ഈ ഫംഗ്ഷൻ തീറ്റയിലാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ എന്താ വിത്ത് റെസ്പെക്ട് ടു തീറ്റ വെച്ചിട്ട് വേണം ഈ എക്സിൽ ഈ ഫംഗ്ഷനെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു തീറ്റ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? ഡി എക്സ് ബൈ ഡി തീറ്റ ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി തീറ്റ ഓഫ് എ ഇൻറ്റു തീറ്റ പ്ലസ് സൈൻ തീറ്റ. ഓക്കെ, ഇത് കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഫംഗ്ഷൻ ഫോർമാറ്റിലല്ലേ കിടക്കുന്നത്. അപ്പോൾ ഈ കോൺസ്റ്റൻറ്റിനെ നമുക്ക് നേരെ വെളിയിലേക്ക് ഇട്ടിട്ട് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എടുക്കാം. അപ്പോൾ ഡി എക്സ് ബൈ ഡി തീറ്റ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ഡി ബൈ ഡി തീറ്റ ഓഫ് തീറ്റ പ്ലസ് സൈൻ തീറ്റ. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് എന്താ ഇത് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഫോർമാറ്റിലാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തെഴുതാം. അപ്പോൾ ഡി എക്സ് ബൈ ഡി തീറ്റ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ആദ്യത്തെ തീറ്റ അല്ലേ പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ തീറ്റ. ഓക്കെ, ഇനി ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതിയല്ലോ. ഡി എക്സ് ബൈ ഡി തീറ്റ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു തീറ്റ വിത്ത് റെസ്പെക്ട് ടു ഇവിടെ ഞാൻ എഴുതിയപ്പോൾ തെറ്റിപ്പോയേ. നമ്മൾ തീറ്റ വെച്ചിട്ടാട്ടോ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ രണ്ടിടത്തും നമ്മൾ എന്താ എഴുതേണ്ടത്? തീറ്റ ആണ് കേട്ടോ. ഞാൻ എഴുതിയപ്പോൾ തെറ്റിപ്പോയതാണ്, സോറി. ഓക്കെ, അപ്പോൾ നമ്മൾ തീറ്റ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? 1 പ്ലസ് സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് തീറ്റ. ഓക്കെ, അപ്പോൾ എക്സിന് വിത്ത് റെസ്പെക്ട് ടു തീറ്റ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തു. അതിൻ്റെ ആൻസർ നമുക്ക് ഇവിടെ കിട്ടി. ഇനി നമുക്ക് അടുത്ത എന്താ? വൈനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. വൈ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? y is equal to a into 1 minus cos theta. അപ്പോൾ നമുക്കതൊന്ന് എടുത്തെഴുതാം. y is equal to a into 1 minus cos theta. അപ്പോൾ ഈ ഫംഗ്ഷനും നമുക്ക് തീറ്റയിലാണ് തന്നിട്ടുള്ളത്. വിത്ത് റെസ്പെക്ട് ടു തീറ്റ വേണം നമ്മൾ ഇതിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ എന്തായിരിക്കും വരുന്നത്? dy by d theta is equal to d by d theta of a into 1 minus cos theta. ഓക്കെ, ഇപ്പം ഇത് കോൺസ്റ്റൻ്റ് ഇൻറ്റു ഫംഗ്ഷൻ ഫോർമാറ്റിലാണ് കിടക്കുന്നത്. അപ്പോൾ കോൺസ്റ്റൻറ്റിനെ നമുക്ക് വെളിയിലേക്ക് ഇട്ടിട്ട് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എടുക്കാം. അപ്പോൾ എന്താ വരുന്നത്? ഡി വൈ ബൈ ഡി തീറ്റ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ഡി ബൈ ഡി തീറ്റ ഓഫ് 1 മൈനസ് കോസ് തീറ്റ. ഇതിപ്പോൾ എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് എന്നൊരു ഫോർമാറ്റിലായില്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഡി വൈ ബൈ ഡി തീറ്റ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ഡി ബൈ ഡി തീറ്റ ഓഫ് 1 മൈനസ് ഡി ബൈ ഡി തീറ്റ ഓഫ് കോസ് തീറ്റ. ഓക്കെ, അപ്പോൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഡി വൈ ബൈ ഡി തീറ്റ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു 1ൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1 ഒരു കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് എപ്പോഴും എന്താണ്? 0 മൈനസ് കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് എന്ത് വരും? മൈനസ് സൈൻ തീറ്റ. ഓക്കെ, ഡി വൈ ബൈ ഡി തീറ്റ ഇസ് ഈക്വൽ ടു എന്താ വരുന്നത്? എ സൈൻ തീറ്റ അല്ലേ? മൈനസും മൈനസും ചേരുമ്പോൾ പ്ലസ് ആകും. 0 പ്ലസ് സൈൻ തീറ്റ തന്നെ. സൈൻ തീറ്റ ഇൻറ്റു എ സൈൻ തീറ്റ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡി എക്സ് ബൈ ഡി തീറ്റയും കിട്ടി, ഡി വൈ ബൈ ഡി തീറ്റയും കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാം. ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി തീറ്റ ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ. ഓക്കെ, ഡി വൈ ബൈ ഡി തീറ്റ എന്താ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചത്? എ സൈൻ തീറ്റ. അപ്പോൾ അത് ഇട്ട് കൊടുക്കുമ്പോൾ എ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ നമ്മൾ എന്താ കണ്ടുപിടിച്ച് വെച്ചത്? എ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ. എ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ.
ഓക്കെ അല്ലേ? ഈ എനെയും ഞാൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഇനി നമ്മളിത് സൈൻ തീറ്റയ്ക്കും 1 + കോസ് തീറ്റയ്ക്കും നമ്മൾ റിസൾട്ട് അപ്ലൈ ചെയ്യാൻ പോവുക. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലാസ്റ്റ് ചെയ്തത് ഇതേ സിമിലർ ആയിട്ടുള്ളൊരു പ്രോബ്ലം ആയിരുന്നു. അവിടെയും നമ്മൾ ഇതുപോലെ റിസൾട്ട് അപ്ലൈ ചെയ്തിരുന്നു. അപ്പോൾ സൈൻ തീറ്റയ്ക്ക് നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്ന റിസൾട്ട് സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2. 1 + കോസ് തീറ്റയ്ക്ക് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് 1 + കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2. അപ്പോൾ ഈ രണ്ട് റിസൾട്ടുകളാണ് നമ്മൾ ഇനി ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും വരുന്നത് നമുക്ക് നോക്കാം. വിച്ച് ഇസ് ഈക്വൽ ടു, അതായത് dy/dx ഇസ് ഈക്വൽ ടു സൈൻ തീറ്റയ്ക്ക് പകരം 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2 ഡിവൈഡഡ് ബൈ പിന്നെന്തായിരുന്നു 1 + കോസ് തീറ്റയ്ക്ക് പകരം എന്താ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2. ഓക്കെ അല്ലേ? ഈ 2ഉം നമ്മൾ ക്യാൻസൽ ചെയ്തു. അതുപോലെ തന്നെ മുകളിൽ നിന്ന് ഒരു കോസ് തീറ്റ ബൈ 2ഉം താഴത്തെ ഒരു കോസ് തീറ്റ ബൈ 2ഉം നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ബാക്കി എന്തുണ്ട്? dy/dx ഇസ് ഈക്വൽ ടു മുകളിലൊരു സൈൻ തീറ്റ ബൈ 2 ഉണ്ട് ബൈ താഴെ ഒരു കോസ് തീറ്റ ബൈ 2 ഉണ്ട്. ഓക്കെ, ഇപ്പോൾ സൈൻ തീറ്റ ബൈ 2 ബൈ കോസ് തീറ്റ ബൈ 2 നമ്മളുടെ റിസൾട്ട് എന്താ? നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. സൈൻ എക്സ് ബൈ കോസ് എക്സ് ഇസ് ഈക്വൽ ടു ടാൻ എക്സ് എന്നുള്ള റിസൾട്ട്. അപ്പോൾ ഇവിടെ സൈൻ തീറ്റ ബൈ 2 ബൈ കോസ് തീറ്റ ബൈ 2 എന്ന് പറയുമ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും വരുന്നത്? ടാൻ തീറ്റ ബൈ 2. കണ്ടോ, വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒന്നാണ് പാരാമെട്രിക് ഫോംസിൻ്റെ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കുക എന്നുള്ളത്. ഓക്കെ, ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ അടുത്ത എക്സാമ്പിളാണിത്. എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് ക്യൂബ് തീറ്റ, വൈ ഇസ് ഈക്വൽ ടു എ സൈൻ ക്യൂബ് തീറ്റ, ഫൈൻഡ് dy/dx. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ് ഫംഗ്ഷനും വൈ ഫംഗ്ഷനും നമുക്ക് തീറ്റയിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ എക്സിൻ്റെ എടുത്തെഴുതുവാണ്. എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് ക്യൂബ് തീറ്റ. അപ്പം നമുക്കിവിടെ ഫംഗ്ഷൻ തീറ്റയിലാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ എന്താ തീറ്റ വെച്ചിട്ട് വേണം ഇതിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട്. വിത്ത് റെസ്പെക്ട് ടു തീറ്റ നമ്മൾക്ക് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ എന്താ വരുന്നത്? dx/d തീറ്റ ഇസ് ഈക്വൽ ടു d/d തീറ്റ ഓഫ് എ കോസ് ക്യൂബ് തീറ്റ. ഓക്കെ, അപ്പോൾ എന്താ വരുന്നത്? dx/d തീറ്റ ഇസ് ഈക്വൽ ടു, ഇതൊരു കോൺസ്റ്റൻ്റ് ഇൻറ്റു ഫംഗ്ഷൻ ഫോർമാറ്റിലല്ലേ കിടക്കുന്നത്. അപ്പോൾ ഈ കോൺസ്റ്റൻറ്റിനെ നമുക്കെടുത്ത് വെളിയിലിടാം. a ഇൻറ്റു d/d തീറ്റ ഓഫ് എന്ത് വരും? ഈ കോസ് ക്യൂബ് തീറ്റേനെ ഞാൻ കോസ് തീറ്റ ദ ഹോൾ ക്യൂബ് എന്ന് എഴുതുക. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ എന്താ വരുന്നത്? a ഇൻറ്റു ഇതെന്ന് പറയുന്നത് x⁻n ഫോർമാറ്റിലല്ലേ ഇപ്പോൾ കിടക്കുന്നത് അല്ലേ? x⁻n ഫോർമാറ്റിൽ എക്സിൻ്റെ സ്ഥാനത്താണ് കോസ് തീറ്റ, എന്നിൻ്റെ സ്ഥാനത്താണ് 3. അപ്പോൾ x⁻n ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ നമ്മൾ പഠിച്ചിട്ടുള്ളത്? n × x⁻n−1. അപ്പോൾ നമ്മുടെ ചെയിൻ റൂൾ അനുസരിച്ച് ഇതിനകത്ത് വരുന്ന മെയിൻ ഫംഗ്ഷൻ എന്താ? കോസ് തീറ്റ അല്ലേ? അപ്പോൾ കോസ് തീറ്റ ഈ റൂൾ അനുസരിച്ച് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴത്തേക്കും എന്തായിരിക്കും വരുന്നത്? n × x⁻n−1. അപ്പോൾ n ഇൻറ്റു എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു കോസ് തീറ്റ റേസ് ടു 3−1. ഓക്കെ, ഇൻറ്റു അതിൻ്റെ അകത്തെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്, അതായത് d/d തീറ്റ ഓഫ് കോസ് തീറ്റ. ഓക്കെ അല്ലേ? ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു a ഇൻറ്റു 3 എന്ത് വരും? അത് കോസ് സ്ക്വയർ തീറ്റ എന്ന് വരും അല്ലേ? ഇൻറ്റു കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് സൈൻ തീറ്റ. അപ്പോൾ ഇൻറ്റു മൈനസ് സൈൻ തീറ്റ. ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം നമുക്ക്. അപ്പോൾ എന്തായിരിക്കും വരുന്നത്? -3a കോസ് സ്ക്വയർ തീറ്റ സൈൻ തീറ്റ. ഞാനൊന്ന് ജസ്റ്റ് മൈനസിനെ എടുത്ത് ഫ്രണ്ടിലിട്ടു, നമ്പറും എടുത്ത് ഫ്രണ്ടിലിട്ടു, ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതി. അപ്പോൾ എക്സ് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഡിഫറൻഷ്യേറ്റ് ചെയ്തു. ഇനി നമുക്ക് അതുപോലെ തന്നെയാണ് വൈ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ y ഇസ് ഈക്വൽ ടു എന്താണ് തന്നിട്ടുള്ളത്? എ സൈൻ ക്യൂബ് തീറ്റ. ഓക്കെ, അപ്പോൾ ഇതും നമുക്ക് തീറ്റയിലാണ് തന്നിട്ടുള്ളത്. വിത്ത് റെസ്പെക്ട് ടു തീറ്റ നമുക്ക് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം.
dy by d theta is equal to d by d theta of a sin cube theta. ഓക്കെ, അപ്പോൾ ഇത് കോൺസ്റ്റൻ്റ് ഇൻറ്റു ഫംഗ്ഷൻ ഫോർമാറ്റിലല്ലേ, അപ്പോൾ കോൺസ്റ്റൻറ്റിനെ നമുക്കെടുത്ത് വെളിയിലിടാം. അപ്പോൾ എ ഇൻറ്റു ഡി ബൈ ഡി തീറ്റ ഓഫ് സൈൻ ക്യൂബ് തീറ്റേനെ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഡി ബൈ ഡി തീറ്റ ഓഫ് ആണ് ഈക്വൽ അല്ലേ. അപ്പോൾ എന്താ, സൈൻ ക്യൂബ് തീറ്റേനെ ഞാൻ സൈൻ തീറ്റ ദ ഹോൾ ക്യൂബ് എന്ന് എഴുതുക, തൊട്ട് മുന്നേ ചെയ്തതുപോലെ. എക്സ് റേസ് ടു എൻ ഫോർമാറ്റിൽ തന്നെയല്ലേ ഇതും കിടക്കുന്നത്. അപ്പോൾ എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ എന്ന ഫോർമാറ്റ് നമുക്കിതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് വരും, എ ഇൻറ്റു 3 ഇൻറ്റു സൈൻ തീറ്റ ദ ഹോൾ റേസ് ടു 3 മൈനസ് 1 ഇൻറ്റു അകത്തെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവും കൂടെ കണ്ടുപിടിക്കണ്ടേ ചെയിൻ റൂൾ അനുസരിച്ച്, ഡി ബൈ ഡി തീറ്റ ഓഫ് സൈൻ തീറ്റ. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു 3 സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു പിന്നെന്താ സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് ആണ് കണ്ടുപിടിക്കേണ്ടത്, കോസ് തീറ്റ. ഇതിനെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. എന്താ, 3a സൈൻ സ്ക്വയർ തീറ്റ കോസ് തീറ്റ. ഓക്കെ, അപ്പം നമ്മൾ ഡി എക്സ് ബൈ ഡി തീറ്റയും കണ്ടുപിടിച്ചു, ഡി വൈ ബൈ ഡി തീറ്റയും നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഡി എക്സ് ബൈ ഡി തീറ്റ. ഇപ്പം കണ്ടുപിടിച്ച് ഇതാണ് നമ്മളുടെ ഡി വൈ ബൈ ഡി തീറ്റ. പിന്നെ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാം. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്താ വരുന്നത്, ഡി വൈ ബൈ ഡി തീറ്റ ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി തീറ്റ നമ്മളിത് ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 3a സൈൻ സ്ക്വയർ തീറ്റ കോസ് തീറ്റ ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ എന്താ നമ്മൾ കണ്ടുപിടിച്ചത്, മൈനസ് 3a കോസ് സ്ക്വയർ തീറ്റ സൈൻ തീറ്റ, മൈനസ് 3a കോസ് സ്ക്വയർ തീറ്റ സൈൻ തീറ്റ. ഇതിൽ ഈ 3യും 3യും ഞാൻ വെട്ടിക്കളഞ്ഞു, എയും ഞാൻ വെട്ടിക്കളഞ്ഞു, മുകളിലത്തെ ഒരു സൈൻ തീറ്റയും താഴത്തെ സൈൻ തീറ്റയും വെട്ടി, മുകളിലത്തെ കോസ് തീറ്റയും താഴത്തെ ഒരു കോസ് തീറ്റേനെ ഞാൻ വെട്ടിക്കളഞ്ഞു. ഓക്കെ, അപ്പോൾ ബാക്കി എന്താ ഉള്ളത് നമുക്ക് നോക്കാം. ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു, മുകളിൽ എന്താ മിച്ചമുള്ളത്, മുകളിൽ ഒരു സൈൻ തീറ്റ മിച്ചമുണ്ട്, താഴെ ഒരു കോസ് തീറ്റയും മിച്ചമുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും വരുന്നത്, മൈനസ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. ഓക്കെ, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്താ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള റിസൾട്ടാണ് ടാൻ തീറ്റ. അപ്പം നമ്മളുടെ ആൻസർ എന്താ വരുന്നത്, മൈനസ് ടാൻ തീറ്റ എന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മളുടെ പാരാമെട്രിക് ഫോംസിൽ തന്നിട്ടുള്ള ഫങ്ഷൻസ് ആൻഡ് ഡെറിവേറ്റീവ്സ് ഒക്കെയാണ് നമ്മൾ ഇപ്പോൾ ഈ കഴിഞ്ഞ 2-3 വീഡിയോസിലായിട്ട് നമ്മൾ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഓൾമോസ്റ്റ് എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ അടുത്ത സെക്ഷനാണ് എന്നുവെച്ചാൽ ഇതിൽ തന്നെ അടുത്തൊരു ഹെഡിങ് ആണ് നമ്മൾ തുടങ്ങാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ നിങ്ങളൊന്ന് നല്ല രീതിയിൽ എഴുതി പഠിക്കുക. അപ്പം ഇന്ന് ചെയ്ത 2 പ്രോബ്ലംസും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്